ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈകുന്നേരം മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന സ്നാക്ക് തന്നെയാണ്, സമൂസയാണ്. അപ്പോൾ അതിൻ്റെ സമൂസൻ്റെ ഷീറ്റും ചിക്കനൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ സുന്നത്ത് നോമ്പിന് ഞാൻ ഉണ്ടാക്കിയ സമൂസേൻ്റെ ബാക്കി ഷീറ്റ് എടുത്ത് വെച്ചാണ്. അതുപോലെ ചിക്കന് ഞാൻ കറിക്ക് വേണ്ടി കൊടുന്നതാണ്. അതിന് ലേശം നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പം നല്ല കഷ്ണം നോക്കി ഞാൻ മാറ്റിയെടുക്കുന്നു കേട്ടോ. ഒരു ലേശം മതി. ഞാൻ അളവൊന്നും പറയാൻ കഴിയില്ല, കാരണം ചിക്കൻ കറിക്ക് വേണ്ടി കൊണ്ടുവന്ന് ഒരിത്തിരി എടുത്തിട്ടേ ഉള്ളൂ. സമൂസക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ലേശം മതിയാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ എടുത്ത കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റേതായിട്ടൊരു സ്പെഷ്യലല്ലേ, അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കൻക്ക് ലേശം വെള്ളം ഒഴിച്ച്, ചിലവരൊന്നും വെള്ളം ഒഴിക്കില്ല, ആ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും എന്നറിയും. പക്ഷെ എനിക്ക് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ ഒരു പേടിയാണ്, അടിയിൽ പിടിച്ചാലോന്ന്. അപ്പോൾ ഞാൻ ചിക്കനിൽ ലേശം വെള്ളം ഒഴിച്ചാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല, ശരിക്ക് ചിക്കൻ മാത്രം വേവിച്ചാലും മതി. പക്ഷെ എനിക്ക് മഞ്ഞൾപ്പൊടി ഇടാഞ്ഞാൽ അതിൻ്റെ കളർ, ആ വെള്ള കളർ ഉണ്ടല്ലോ, അത് വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊന്നും കൂടി പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിലും വേറെ ഉപ്പിടുമല്ലോ. അപ്പോൾ ഈ ചിക്കന് വേണ്ടി മാത്രമുള്ള ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ സമൂസക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ബാക്കിലുള്ള സ്റ്റൗമ്മലാണ് വെച്ചെടുക്കുന്നത്. സ്റ്റൗമ്മലല്ല, ബാക്കിൽ ബർണറിൽ. അപ്പോൾ ബാക്കിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. ഒരുപാട് വേവൊന്നും വേണ്ടിയില്ല. സ്റ്റീൽ കുക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ 2 വിസിലൊക്കെ മതി കേട്ടോ. ഞാൻ അലൂമിനിയം കുക്കറിലൊക്കെ ആണെങ്കിൽ 5 വിസിലൊക്കെ പഴയ കുക്കറിൽ അടുപ്പിക്കലുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് 2 വിസിലുകൊണ്ട് തന്നെ റെഡിയാവും. എന്നിട്ട് നമുക്ക് പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിലുണ്ടായതിനെ, ഉച്ചയ്ക്ക് ഉണ്ടായതിനെ കറിയും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഈ സമൂസ ഉണ്ടാക്കാൻ ഗ്യാസ് സ്റ്റൗവിനൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ അതാത് സ്ഥലത്തേക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ലേനു. എനിക്ക് തലവേദനയൊക്കെ ആയിട്ട് ഇതൊന്നും എടുക്കാനൊരു ഇൻട്രസ്റ്റേ ഇല്ലേനു. അപ്പോൾ അതിന് ഞാൻ സമൂസക്ക് വേണ്ടിയിട്ടുള്ള വല്യുള്ളിയും അതുപോലെ 2 പച്ചമുളകും ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനമൊക്കെ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കാന്ന് കരുതി. ഏതായാലും ഈ കുട്ടികൾ വരുന്നതിന് മുന്നേ ഉണ്ടാക്കാനുള്ളതല്ലേ, വൈകുന്നേരത്തിനുള്ള സ്നാക്ക് ആകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിക്ക് 2 പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂടുതലോ കുറവോ അതിനനുസരിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കേക്ക് എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് കേക്ക് എടുത്തിട്ട്, അപ്പോൾ തന്നെ നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. 2 വിസിലടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഇനി ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് തന്നെയാണ് കേട്ടോ സ്ലൈസ് ആക്കി എടുക്കുന്നത്. ഒരുപാട് മെഷീനും ചോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അവസാനം ഞാൻ സ്ലൈസ് ചെയ്യണമെങ്കിൽ കത്തി എന്നെ എടുക്കും. അങ്ങനെ ഏതായാലും മുഴുവൻ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാനൊരു ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ സാധാരണ നമ്മൾ എന്ത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിന് നേരത്തെ ഈ കട്ടിങ് ബോർഡുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. കുറേ പാത്രം നിരത്തി അത് മൂറാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഇഞ്ചി കഷ്ണവും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ആ 2 പച്ചമുളക് ഉണ്ടല്ലോ നേരത്തെ ഞാൻ എടുത്ത് വെച്ചേ, അതും കൂടി ഞാൻ ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മിക്സിൻ്റെ ജാറിലിടുമ്പോൾ ഒരുപോലെ ഒന്ന് ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ജാറിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഒറ്റ അടി ഒന്ന് പൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഇത്ര ചതങ്ങിയാൽ മതി. ഒരുപാട് ടേസ്റ്റ് ആയിപ്പോയാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പും കൂടി ഒന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ സാധാരണ വീഡിയോ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സ്റ്റൈലിന് കാണിക്കുക എന്നുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും ചപ്പൊക്കെ കൈകൊണ്ട് അങ്ങോട്ട് വിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് നമ്മളെ മസാല ഒക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് ചൂടാക്കി അതിൽ ഞാൻ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മളെ മസാല വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിക്ക് വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതൊരു കുഞ്ഞു ടീസ്പൂൺ മതിയാവും. ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നമ്മൾ കൈ കൊണ്ട് പിച്ചിട്ടിട്ട് കൊടുക്കാൻ നല്ല സ്മെല്ലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വല്യുള്ളി മുഴുവനും ഇട്ട് കൊടുത്തതാണ്. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും വല്യുള്ളീൻ്റെ കൂടെ അപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കും. ആ വല്യുള്ളി വാട്ടുന്നതിൻ്റെ മാത്രം ഉപ്പല്ല, ഞാൻ ഉണ്ടാക്കുന്നത് എന്ത് സാധനമാണോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇടുന്നത്. വെറുതെ വാരി ഇടണമെന്നൊന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കട്ടെ. ചിലവരൊന്നും ഈ ഉള്ളി വല്ലാതെ വഴറ്റൂല, സമൂസൊക്കെ അല്ലേ എന്നും പറഞ്ഞ്. പക്ഷെ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല വഴറ്റി കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വഴറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്താണ്. ഇനി എല്ലാം കൂടെ ഇരുന്ന് വഴറ്റാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കട്ടെ.
ഇപ്പോൾ ഏകദേശമൊക്കെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മസാലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് വഴറ്റാമെന്ന് കരുതി. അപ്പോൾ എല്ലാം ഒരേ സമയത്ത് തന്നെ ആവുമല്ലോ, ഓരോന്നിനും പ്രത്യേകം സമയമെടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി വേഗം മസാല ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഞാൻ ഈ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഞാൻ 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടിൻ്റെ അളവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാല വേറെയും കൂടെ ഇടണമല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ ആ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്, പക്ഷേ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒന്നും കൂടണ്ട, കൂടിപ്പോയാൽ ഭയങ്കര പേസ്റ്റ് കുഴമ്പ് പരുവത്തിലാവും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി, 1 ടീസ്പൂൺ കണക്കിന് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് 1 സ്പൂണിൽ കൂടിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഗരം മസാല അല്ലാതെ ഞാൻ ചിക്കൻ മസാല ഒന്നും വേറെ ഇട്ട് കൊടുക്കുന്നില്ല, ഈ ഒരു മസാലകൾ തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള മസാല സമൂസക്ക് രസം ഉണ്ടാവുക. ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സമൂസയിലൊക്കെ നല്ല മസാല ഇട്ടുണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മസാല ഈ സമൂസയിൽ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ മസാലേൻ്റെ പച്ചമണമൊക്കെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ലെവലിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് കുക്കർ തുറന്ന് എടുക്കുകയാണ് കേട്ടോ. കുക്കറിൻ്റെ ഫുള്ള് എയറൊക്കെ പോയിട്ടുണ്ട്, എന്നാലും തന്നെ നല്ല ചിക്കന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിത് പെറുക്കി എടുത്തിട്ട് ഒന്ന് പിച്ചി കൊണ്ടിട്ടെ. പിച്ചിനത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പിച്ചി എടുക്കുകയാണ് കേട്ടോ. അല്ലാതെ ചിലരൊക്കെ ഈ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തൊക്കെ എടുക്കും, അപ്പോൾ പറ്റ പേസ്റ്റായി പോകും. അത്ര പേസ്റ്റാക്കി എടുക്കണ്ട, കുറച്ച് പിച്ചി ഇട്ടാലേ നമുക്ക് ഈ സമൂസ തിന്നണ സമയത്ത് ഇടയിലൊക്കെ ഇങ്ങനെ ഒന്ന് കടിച്ചാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചൂടോടെ തന്നെ കൈ കൊണ്ട് പിച്ചി എടുക്കുന്നുണ്ട്. അങ്ങനെ കൈ കൊണ്ട് പിച്ചി എടുക്കാൻ മടിയുള്ളവരും കുറച്ച് വൃത്തി കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിതിങ്ങനെ മെനക്കെട്ട് എടുക്കണമെന്നുള്ളൂ, എൻ്റെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റിൽ തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മസാലയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടു. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അത് നല്ലവണ്ണം മിക്സ് ചെയ്യട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ചപ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ പറയട്ടോ. എൻ്റെ എക്സ്പീരിയൻസിൽ എല്ലാ കറിക്കും ഞാൻ ആദ്യം തന്നെ ഇട്ടാൽ ആ ചപ്പ് പിന്നെ ഇട്ടതായിട്ടേ തോന്നില്ല. അതിനേക്കാൾ ഇതുപോലെ ലാസ്റ്റ് ഇട്ട് കൊടുത്താലേ അതിൻ്റെ ഫ്ലേവർ നല്ല മുന്നിക്കുന്നുണ്ടാവും. സമൂസ ആയാലും എന്ത് കറിയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഉള്ളിയൊക്കെ നല്ല വാടി വന്നിങ്ങനെ. പച്ചക്ക് ഉള്ളി വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടാ. ഞാനിത് കുറച്ച് കൂടുതൽ വേവിച്ചെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇനി സമൂസ പൊതിയാനല്ല പൊതിഞ്ഞാണ്ട് ഒട്ടിക്കാനുള്ള പശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ് അങ്ങനെ കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്, പിന്നെ അത് പശ ആവില്ല, ദോശ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പശാക്കി എടുക്കാം. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ സമൂസേൻ്റെ പതിര് അല്ലെങ്കിൽ സമൂസേൻ്റെ ഷീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഫ്രിഡ്ജിൽ ഇങ്ങനെ നീളത്തിലാണ് വെച്ചിട്ടുള്ളത്. മടക്കിയൊക്കെ വെച്ചാൽ അത് പൊട്ടിപ്പോവും. ഞാൻ ഫ്രീസറിന് അത് രാവിലെ തന്നെ താഴേക്ക് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ താഴേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഷീറ്റ് വെവ്വേറായിട്ട് കിട്ടും. ഫ്രീസറിൽ നിന്ന് നേരിട്ട് എടുത്തുകൊണ്ടോ നമുക്ക് അപ്പോൾ തന്നെ സമൂസ ഉണ്ടാക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ ആവുമല്ലോ അല്ലേ. ഇത് നോക്കിയാൽ ഓരോന്നും വെവ്വേറായിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഓരോന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നോമ്പിനൊക്കെ ഈ സമൂസ ഉണ്ടാക്കുന്നവർക്കൊക്കെ വേണമെങ്കിലേ നമ്മളെ ഈ റെസിപ്പി ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഓവർ കുത്തുന്ന മസാലയൊന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ആയാലും ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഈ സമൂസ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ കടല പൊതിയണ പോലെ ഒറ്റ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സമൂസൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അത് ആവശ്യത്തിനനുസരിച്ച് നിറച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് പിശുക്കിയിട്ട് കുറച്ച് കൂടുതൽ എണ്ണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മസാല ഇടൽ. പക്ഷെ എൻ്റെ മോനാണ്, ഞാൻ 1-2 കാണിച്ചിട്ട് ബാക്കിയൊക്കെ എൻ്റെ മോനാണ് കേട്ടോ മടക്കിയെടുത്തത്. ഓന് നല്ല ക്വാണ്ടിറ്റി കുത്തി നിറച്ചിട്ടുണ്ട്. ഓന് മസാല ഇഷ്ടമായതുകൊണ്ട് ഓന് നല്ല കുത്തി നിറച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പശ തേച്ച് ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ മുതൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ലാസ്റ്റ് മാത്രമേ ഒട്ടിക്കലുള്ളൂ കേട്ടോ. അതെന്ന് വെച്ചിട്ട് നമ്മൾ പൊരിച്ചിടുന്ന സമയത്ത് ഇത് അതിന് ഓരോന്നുമില്ല. അപ്പോൾ ഒന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓനാണ് മടക്കിയെടുത്തത്. എൻ്റെ കാരണം എൻ്റെ ചെറിയ ആളുണ്ടല്ലോ, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഓന് സെറിലാക്ക് ഉണ്ടാക്കി കൊടുത്ത് അത് തിന്നാൻ കൊടുത്ത് ഉറക്കി വന്നാണ് ഇപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കിയെടുത്ത പാത്രം തന്നെ ഒന്ന് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ഞാൻ എടുക്കുന്നത്. ആദ്യമൊക്കെ സൺഫ്ലവർ ഓയിൽ എടുത്തിരുന്നു, ഇപ്പോൾ സൺഫ്ലവർ ഓയിലല്ല, നമ്മൾ പാം ഓയിൽ ഉണ്ടല്ലോ, പാം ഓയിൽ, സോയാബീൻ ഓയിൽ എന്നൊക്കെ പറയണ ആ സാധാരണ ഓയിലുണ്ടല്ലോ, അതിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലിനേക്കാളും ഇതിലാണ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടാൻ തോന്നിയിട്ടുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ. അല്ലാതെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നല്ല ചൂടായതിൻ്റെ ശേഷം ഞാൻ സമൂസ ഓരോന്നും അതിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 6 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൂടെ അതിൽ വെക്കാനുള്ള സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം
എൻ്റെ കുട്ടി അവിടെ വീണ്ടും കരയുണ്ട്. അപ്പോൾ പിന്നെ ഓനെടുക്കണമെങ്കിൽ എൻ്റെ പരിപാടിയൊക്കെ വേഗം കഴിയണമല്ലോ. അപ്പോൾ ഞാൻ ഇനി എന്താ പറയുക, അതിന് തിരിച്ചിട്ടും മറിച്ചിട്ടും പൊരിച്ചിട്ടും എടുത്തു, അത്ര തന്നെ. അങ്ങനെ 2-3 ട്രിപ്പാക്കി ഞാൻ ഇത് മുഴുവൻ റെഡിയാക്കി എടുത്താണ് കേട്ടോ. ഇപ്പോൾ ഈ പാത്രത്തിൽ ഇങ്ങനെ സമൂസ വേകുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനി കുറേ സമയത്ത് പണിയൊന്നുമില്ല. സമൂസേൻ്റെ മെയിൻ പരിപാടി പറഞ്ഞാൽ മസാല ഉണ്ടാക്കലും പുതിയലുമാണ്. അത് രണ്ടും കഴിഞ്ഞതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പം ഇനി വേഗം പൊരിച്ചെടുക്കട്ടെ. ഞാൻ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരാൻ സമയം അതിൻ്റെ ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ചൂടിൽ തിന്നുമ്പോൾ അതിനൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ സമൂസ റെഡി ആയതൊക്കെ ഒന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. ഇതല്ലാതെ 2 ട്രിപ്പും കൂടി ആയിക്കൊണ്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. ഒരു 3 ട്രിപ്പൊക്കെ വെച്ച് ഞാൻ പൊരിച്ചിരുന്നു. അപ്പോൾ ഏതായാലും വേഗം വെന്ത് കിട്ടും. കാരണം ഈ തൊലി മാത്രമല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളൂ. ചൂടായ എണ്ണയിൽ അങ്ങോട്ട് ആകുമ്പോൾ പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും. എണ്ണൻ്റെ ചൂട് കുറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ സമൂസ എണ്ണ കുടിച്ചും. ഇപ്പോൾ ഇത് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസയാണ്. അപ്പോൾ സമൂസ എല്ലാം റെഡി ആയിരിക്കുന്നു. ഞാൻ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം കൂടി എടുക്കുന്നുണ്ട്. വെറുതെ പാത്രം കഴുകാൻ വേണ്ടി നിരത്തിയ പോലെ ആയി. കാരണം തമ്പനയിലിൽ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കത് വലിയ ഭംഗിയായി തോന്നിയില്ല കേട്ടോ. ഏതായാലും ഞാൻ തമ്പനയിലിനും വേണ്ടിയിട്ട് തക്കാളി സോസൊക്കെ ഒഴിച്ച് വെച്ച് പാത്രത്തിലൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രസൻറ്റേഷൻ എനിക്ക് അറിയാത്ത പരിപാടിയാണ്. എൻ്റെ മോനെ അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം. ഈ ചപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തത് എങ്ങനെ വെച്ചിട്ടും ഒന്നും ശരിയാവണമില്ല. അവസാനം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇട്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ്. ഇപ്പം മക്കളൊക്കെ ഏകദേശം കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ എനിക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. ചൂടാറുന്നതിന് മുന്നേ തന്നെ വേഗം എടുക്കണം. അല്ലെങ്കിൽ എനിക്ക് തണുത്തതിൻ്റെ ശേഷം വലിയ ഇഷ്ടമല്ല. അപ്പോൾ 2 സമൂസ ഞാനും എടുത്തിട്ടുണ്ട്. ആ സമൂസൻ്റെ കൂടെ കുറച്ച് തക്കാളി സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂട് ചായയും വേണം. അതൊക്കെയാണ് എനിക്ക് കോമ്പിനേഷൻ. എനിക്ക് വെറുതെ സമൂസ കിട്ടിയെന്ന് വെച്ചിട്ട് അത് തിന്നാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതുപോലെ ഒരു ചൂട് ചായയും വേണം. ചൂടുകൊണ്ട് ഇങ്ങനെ ആവി പാർന്നൊക്കെ വീഡിയോയിൽ നല്ലോണം കാണുന്നില്ലേ? ഇത്രയും ചൂടിലാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചില്ല. അപ്പോൾ ചായയൊക്കെ റെഡിയാണ്. ഇനി സമൂസ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യമായിട്ട് ഞാൻ എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് വെറുതെ തള്ളൊന്നുമല്ല. നല്ല അടിപൊളി സമൂസയാണ്. ഇതുപോലെ ഞങ്ങൾ ഇതിൻ്റെ അതേ റെസിപ്പി ഉണ്ടാക്കണം എന്നൊന്നും പറയുന്നില്ല. മസാല കുറച്ചൊന്ന് സമൂസ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി കാരം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.